काले मङ्गलरूपिणीं स्थितमुखीं बालार्कबिम्बप्रभां चन्द्रार्काग्निलोचनां सुरनुदां चन्द्रां सुखण्डोज्ज्वलां सर्वसिंहतरात्मिकां शिववरां प्रौढां महाशेखरीं आरिकोणनिवासिनी भगवती विद्यां परां पीताम्बरं करविराजितशङ्खचक्र कौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वामालये സംഘത്തിനുള്ള ഉദ്യമത്തിലേക്ക് ഞങ്ങൾ നടത്തുന്നത്. അതിൽ അനേകം വ്യക്തികളൊക്കെ ഉണ്ടാകും. അതെല്ലാം നിങ്ങൾ സദയം ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ സിദ്ധിദാത്രിയായ ആദിക്കോണത്തമ്മയുടെ പാതാല ബന്ധങ്ങളിൽ തന്നെയാണ് ഈ ശ്രമവും ഞാൻ ആദ്യമായി തുടങ്ങുന്നത്. നിത്യമുള്ള പൂജയും നാമജപങ്ങളൊക്കെ കൊണ്ട് ഇവിടെ ഈ വലിയ അതീവ പുണ്യം എന്ന് പറയുന്നത് ചൈതന്യം, അതീവ ചൈതന്യം പറയുന്ന സ്ഥലമായിട്ടാണ് ഇപ്പം നമ്മൾ വന്നു കയറുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും എല്ലാവരും. ആ ചൈതന്യം നിറഞ്ഞ ഈ അമ്പലത്തിലെ ഒരു സത്സംഗം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയത് പുണ്യമായിട്ടാണ് കരുതുന്നത്. ആന്റി ഇത് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെ പറയാൻ ഇത്രയും ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾ മഞ്ജുഷ ടീച്ചർ ടീച്ചറിനോട് പറയുണ്ടായി. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ എങ്ങനെ ഇത് ഞാൻ ചെയ്യും എന്തുകൊണ്ടായിക്കൂടാ, അത് പിന്നെ എല്ലാത്തിനും ഒരു തുടക്കം ആവശ്യമാണ്. അതാണ് നാം തുടങ്ങുന്നത്. പിന്നെ വലിയ ഉന്നതങ്ങളിലേക്ക് പറയാനുള്ള ചെറുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചെറുകൾ പരിപോഷിപ്പിച്ചെടുക്കുക എന്ന് ടീച്ചറിന്റെ പറഞ്ഞ ധൈര്യപൂർവ്വം ആ വാക്കുകളാണ് ധൈര്യപൂർവ്വം ഈ ഉദ്യമത്തിലേക്ക് കടക്കാൻ പിന്നെ ഉള്ള പ്രാപ്തിയായിരിക്കും. ഒരു ഗൃഹസ്ഥനായ ഒരു ആത്മീയ ഗുരുവിനെ നമുക്ക് കിട്ടുന്നത് പുണ്യമാണ്. പക്ഷേ ഒരു സ്ത്രീയെ നമുക്ക് ഗുരുവായി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമാണ്. അനവധി തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വന്നിട്ടാണ് ഒരു സ്ത്രീ ആത്മീയ തേജസ് നേടുന്നത്. അങ്ങനെ അവർ ആത്മീയ തേജസ്, അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെ ഏറെയുണ്ട്. എന്നിട്ടും അവർ ആത്മീയ തേജസ് നേടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ശക്തിയാണ്, ആ ശക്തിയുടെ ഊർജമാണ് നമുക്ക് അവർ പകർന്നു തരുന്നത്. ഭാഗ്യം പോലെ നമുക്ക് കിട്ടിയ ഗുരുക്കന്മാരെല്ലാം ഗുരുനാഥന്മാരാണ്. ആ ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ എന്നെ ഈ ഉദ്യമത്തിലേക്ക് ആദ്യം സത്സംഗം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞു വിളിച്ച ആന്റി, അങ്കിള്, ശശി സാറ്, ഭരണസമിതിയിലെ മറ്റ് സ്ഥാനങ്ങള്, ഇവർക്കെല്ലാം എൻ്റെ വിനീത നമസ്കാരം. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മയും പിതൃക്കളെയും എൻ്റെ പരദേവതമാരെയും എല്ലാം സ്മരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഉള്ള ഈ ഉദ്യമത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന് കേവലം ജലനദിക്ക് സമാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ആ പറയുന്നതിൽ ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് പറയാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പറയാം. കരിസന്ത്രണോപനിഷത്ത് എന്ന ചെറിയ ഒരു ഉപനിഷത്തിലാണ് ഈ ഒരേ ഒരു മഹാമന്ത്രമുണ്ട്. അതാണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം. കലിയെ നന്നായി തരണം ചെയ്യുക, വെറുതെ അല്ല, നന്നായിട്ട് തരണം ചെയ്യാനാണ് ഈ കരിസന്ത്രണോപനിഷത്തിലെ ഈ മഹാമന്ത്രത്തിന്റെ ഉള്ളത്. കലികാലത്തിലെ ദോഷങ്ങളെ ഞൊടിയുടെ കൊണ്ട് ഇല്ലാതാക്കാൻ ഈ മന്ത്രത്തിന് സാധിക്കും. കലിസന്ത്രണോപനിഷത്തിലെ ആ മന്ത്രം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞാൻ പറയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളുണ്ട് നമുക്കറിയാം. അതിലെ യജുർവേദം കൃഷ്ണ യജുർവേദവും ശുക്ല യജുർവേദവും 2ആയിട്ട് ഭാഗമുണ്ട്. അതിലെ കൃഷ്ണ യജുർവേദത്തിലെ ഓം സഹനാവതു സഹനോ ഭുനക്തോ സദവീരം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹേ ഓം ശാന്തി ശാന്തി ശാന്തി. ഈ മന്ത്രത്തോടെയാണ് നമ്മുടെ കരിസന്ത്രണോപനിഷത്ത് തുടങ്ങുന്നത്. ഇതിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും.
ഗുരു ശിഷ്യനായിട്ടുള്ള ബന്ധം, അവര് പറയുന്നത് അവരൊരു മനസ്സിലാക്കട്ടെ, അവരൊന്നിച്ച് ജീവിക്കട്ടെ, ഗുരു പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് മനസ്സിലാകട്ടെ, അത് ശിഷ്യന് ആവശ്യമുള്ളപ്പോൾ അത് ഉപകരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ അർത്ഥം. എല്ലാവർക്കും വേറെ പല പല അർത്ഥങ്ങൾ ഇതിന് ഉണ്ട്. അപ്പൊ ഈ 3 പ്രാവശ്യം ശാന്തി പറയുന്നത് എന്താണ്? 3 താപത്രയങ്ങളുണ്ട്. ആത്മീയം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 താപത്രയങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ ശാന്തി മന്ത്രങ്ങൾ പറയുന്നത്. അപ്പോ ഈ ഞൊടികളെ കൊണ്ട് ഇല്ലാതാക്കുന്ന ഈ കലിസന്ധോപനിഷത്തിലെ ഈ മന്ത്രം നാരദന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ വേണമെങ്കിൽ പിതൃപുത്ര സംവാദം എന്ന് വേണമെങ്കിലും ഈ ഈ മന്ത്രത്തെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നാരദൻ എല്ലായിടത്തും ഇന്ന് സഞ്ചരിക്കുന്ന ആളാണ്. അപ്പൊ സഞ്ചരിച്ച് വന്നപ്പോഴാണ് അടുത്ത കലിയുഗമാണ് വരാൻ പോകുന്നത്. കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ജനങ്ങൾക്ക് സുഹൃതം തീരെയില്ലാതിരിക്കും, അവർ സത്യത്തിന് നേരെ മുഖം തിരിക്കും, സ്ത്രീ ലംഘടന്മാരായിരിക്കും, ഈ ആൾക്കാർ തന്നെ ഭരണാധികാരിമാർ തന്നെ പരസ്പരം അങ്ങനെ തല്ലുകൂടുന്നതായിരിക്കും. ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്താണ് ഭഗവാനെ എന്ന് തന്റെ പിതാവിനോട് ചോദിക്കുകയാണ് നാരദൻ ചോദിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറയണം, നിന്റെ ശ്രമം കൊള്ളാം. ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നം വന്നു കഴിഞ്ഞ് ഉപായം ചോദിക്കുന്നതിനേക്കാളും ആ പ്രശ്നം അത് വരുന്നുണ്ടേ അതിനുള്ള ഒരു ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്കൃത ശ്ലോകങ്ങൾ നിറയെ ഉണ്ടായിരിക്കാം. പക്ഷെ സാധാരണക്കാരെ ആൾക്കാർക്ക് നിത്യം തിരിക്കുന്നത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നേ, എല്ലാ വേദങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിഞ്ഞുള്ള അതീവ രഹസ്യമാണ് ഈ മന്ത്രം. അങ്ങനെ കലികാലത്തിലെ ദുരിതങ്ങളെല്ലാം നശിപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഹരേരാമ മന്ത്രം. ഹരേരാമ മന്ത്രം നാരദന് എന്ത് കിട്ടിയാലും അത് ലോകത്തിനെല്ലാം കിട്ടുമെന്ന് ബ്രഹ്മാവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് നാരദൻ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഇതിന്റെ നമ്മൾ പ്രഹ്ലാദനെയും ധ്രുവനെയൊക്കെ ഭഗവാനോട് അടുപ്പിച്ച് രൂപീകരിച്ചതൊക്കെ നമ്മുടെ ആരാണ്? നാരദനാണ്. അതുകൊണ്ട് അറിയാം നാരദൻ എല്ലാവരെയും ഇത് കൊടുക്കുമെന്നുള്ളത് ബ്രഹ്മാവിനറിയാം. നമ്മുടെ അടുത്ത നമ്മുടെ ഗുരുവായൂരിൽ നമ്മൾ ശ്രീവേദിക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ പെട്ടെന്ന് തൊഴുതിട്ട് വരെയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ ശ്രീവേദിക്ക് കണ്ടിട്ട് തൊഴുതിട്ട് വരണം. ശ്രീവേദിക്ക് സമയത്ത് ഭഗവാൻ പുറത്തെഴുന്നള്ളുമ്പോ ഈ മന്ത്രം പറയും. എങ്ങനെയാണ് പറയുന്നത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ കൈ അടിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഏതൊരു വ്യക്തി ഇത്രയും ജനങ്ങൾ, വലിയ ക്ഷേത്രം, ജനങ്ങൾ ചുറ്റും നോക്കുകയാണ്, കുറേ പോയി നമ്മൾ കൈയടിക്കുന്ന മോശമല്ലെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ നമ്മൾ അതിന് കൂടെ പോയില്ല, നമ്മൾ അറിയാതെ ഇത് തന്നെ പിന്തുടരും. നമുക്ക് അപ്പം അങ്ങനെ തോന്നില്ല. അതിന്റെ ആ ഹരേരാമ മന്ത്രത്തിന്റെ പ്രതിധ്വനി ഗുരുവായൂരിൽ എല്ലായിടത്തും ഞാൻ അലയടിക്കും. അത് അവിടെ പോയി കാണുമ്പോഴും കൂടെ നിൽക്കുമ്പോഴേ ആ അനുഭൂതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ആണ് ഈ ഹരേരാമ മന്ത്രത്തിന്റെ അത്രയധികം പ്രസക്തി നമുക്ക് അവിടെയുണ്ട്. പിന്നെ ഭൗതികമായി നമുക്ക് എന്ത് വസ്തുക്കൾ കിട്ടിയാലും നമുക്കത് മതി വരില്ല, ഇനിയും വേണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കിട്ടാത്ത ഒരു ചൈതന്യത്തെ നമ്മൾ അതിനെ ആരാധിക്കാൻ തുടങ്ങും. ആ കിട്ടാത്ത ചൈതന്യം, കിട്ടാത്ത ഒരു വസ്തുവിനെ നമ്മൾ കയ്യിലാക്കുമ്പോഴാണ് നമ്മുടെ ആത്മജ്ഞാനം ഉണ്ടാകുന്നത്. ഈ ആത്മജ്ഞാനം കഴിയുമ്പോൾ നമ്മൾ ഒരടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യും? 10 അടി ഫ്രണ്ടിലോട്ട് വന്ന് നമ്മൾ കൈ വയ്ക്കും. ആ കൈ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കൈ മുറുകെ പിടിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതിന് നിയന്ത്രിക്കണമെന്നാണ് അർത്ഥം. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ വേറെ ഒന്നിലോട്ടും എന്നുവെച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ട്, ഇനി നമുക്ക് എന്ത് വേണം ചെയ്യാം എന്നുള്ള ചിന്തയുണ്ട്. ആ ഭഗവാനെ കൂടെ കൊണ്ടുവരണം. ആരുടെ? കുറൂരമ്മ, വില്വമംഗല സ്വാമി, ഇവരെല്ലാം കൂടെ ഭഗവാനെ കൊണ്ട് നടന്നതുപോലെ. ഹൃദയം ഒരു അരണിക്കോല്, മറ്റൊരു അരണിക്കോല് നാമജപം. അങ്ങനെ ഇത് രണ്ടും കൂടെ ഉരസുമ്പോൾ നമുക്ക് ബ്രഹ്മം കൊണ്ട് തീയുണ്ടാകും. അതിൽ നിന്ന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകും. അങ്ങനെയാണ് അത് നിത്യമുള്ളത്. അപ്പൊ ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, യജ്ഞാനാം ജപയസ്മുസ്മി എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളിൽ ഏറ്റവും വലുത് ജപയജ്ഞമാണ്. എല്ലാവർക്കും സംശയമാണ് ഈ നാമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ മീൻ കഴിച്ചു അല്ലെങ്കിൽ ഇത് നോൺവെജ് കഴിച്ചു എന്ന് പറയില്ല. അങ്ങനെ ഒന്നും നോക്കണ്ട. ഹരേരാമ മന്ത്രം എപ്പോഴും എവിടെയും എങ്ങനെ വേണോ പറയാം. ഉറങ്ങുമ്പോഴോ ഉണ്ണുമ്പോഴോ നമ്മൾ ഉറക്കം എഴുന്നിട്ടു അല്ലെങ്കിൽ ഇരുന്നു ജോലി ചെയ്യുന്നു, അതിന്റെ ഇടയിലെല്ലാം നമ്മുടെ ഹരേരാമ മന്ത്രം നമുക്ക് നിത്യം പറയാം. ഭഗവാൻ
നോക്കൂല, നീ ഇന്ന് നോൺ വെജ് കഴിച്ചിട്ടാണോ ഈ പറയുന്നത് ഭഗവാൻ നോക്കൂല. ഭഗവാൻ എന്താണ് നോക്കുന്നത്? ഹൃദയശുദ്ധിയോടെ എന്നെ വിളിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. ഭഗവാനോട് പുണ്യവും പാപവും നോക്കാറില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയ നദി ഒഴുകുന്നു. അപ്പോ പുണ്യവും പാപവും ചെയ്ത് രണ്ടുപേരും അവിടെ വരുന്നു വെള്ളം കുടിക്കാൻ. അപ്പൊ നദി പറയുന്നുണ്ടോ എന്നെ നീ പാപം ചെയ്തിട്ടുണ്ട് വരെ കുടിക്കരുത്, ഈ പുണ്യം ചെയ്തതിന് മാത്രം കൊടുക്കുന്നു നദി പറയുന്നില്ലല്ലോ, എല്ലാവർക്കും നദി കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഭഗവാൻ പുണ്യവും പാപവും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഭഗവാൻ നോക്കൂല. ഭഗവാനെ എങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രമാണ് ഭഗവാൻ അപ്പം നോക്കുന്നത്. അപ്പോ ചിലരുണ്ട് നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, എന്നിട്ട് പറയും ഞാൻ ചെയ്യും. ആ ഞാനെന്ന ഭാവം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ നല്ല കാര്യങ്ങളെല്ലാം അതിനൊരു ഫലമില്ലാതായിരിക്കും. ഈ ഞാനെന്ന ഭാവം ഇല്ലാതെ ചെയ്യണം. ഈ പുണ്യവും പാപവും എല്ലാം നമ്മൾ ഒരേ സമനിലയിൽ കൊണ്ടെത്തിക്കണം. അപ്പൊ വിചാരിക്കും ഈ പുണ്യവും പാപം ഒരാൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം, വേറൊരാൾക്ക് നല്ലത് ചെയ്യല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഒരു പുണ്യവും ഒരു പാവവും അങ്ങനെയല്ല. ഉദാഹരണത്തിന് ഒരു യാചകൻ നമ്മുടെ വീട്ടിൽ വന്നു, നമ്മൾ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ നമുക്കൊരു സന്തോഷം, ഒരു നല്ല കാര്യം ചെയ്യുമോ. ഈ ആള് വീട്ടിൽ പോകണമെന്നില്ല, ഈ പൈസ കൊണ്ട് ഒരു മദ്യം വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ പോയി അടി ഉണ്ടാക്കി വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? വീട്ടിലുള്ള ഒരു ഗ്രാമി പൈസ കൊടുത്തവൻ എന്ത് കൊടുത്താണല്ലോ തലയിടിച്ച് വീട്ടാന്നൊക്കെ പറഞ്ഞ ത്യാഗം. അപ്പൊ ആ ത്യാഗം ആർക്കെടുക്കും? നമുക്ക്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യണം. പുണ്യം. അപ്പൊ ആ പുണ്യ അതാണ് ശരി പറയുന്നത്, സർവം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നതിന്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്താലും അതിൽ തെറ്റുണ്ടായിക്കോട്ടെ നല്ലതുണ്ടായിക്കോട്ടെ എല്ലാം ഭഗവാനിലേക്ക് അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പൊ പുണ്യം പാവവും സമനിലയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മള് പുണ്യങ്ങൾ പാപങ്ങൾ ഒരേ നിലയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. നമുക്ക് ആ നന്ദനം ചെയ്യുന്നുള്ള ഒരു സംതൃപ്തി നമുക്കുണ്ടാകും. ഇപ്പൊ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമുക്കൊരു മനസ്സിന് സന്തോഷമല്ലേ, ഒരു ദാനം കൊടുക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള. അപ്പൊ അതും കിട്ടും, അതും ഭഗവാൻ ഏറ്റെടുക്കും. അല്ലാത്ത ചീത്തയായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാൻ ഏറ്റെടുക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഒരു ഭൗതികമായ നമുക്കൊരാൾ ഏറ്റവും വലിയ ഘടകം എന്താണ്? നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങാൻ പറ്റണം, നന്നായി എല്ലാവരോടും ചിരിക്കാൻ പറ്റണം. ഈ നന്നായി എല്ലാവരും ചിരിക്കുകയാണ്. അപ്പൊ പുറത്തിറങ്ങി നമ്മൾ പല ആൾക്കാരെ വേണ്ടി ചിരിക്കുകയാണ്? അല്ല, ചിരിക്കില്ല. അപ്പൊ എല്ലാവരോടും നമ്മൾ കാണുമ്പോൾ നന്നായിട്ട് ചിരിക്കുക. മനുഷ്യരാണല്ലോ, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ നന്നായിട്ട് ചിരിക്കുക. അല്ല വെറുതെ ഇങ്ങനെ ചിരിച്ചു പോകുന്നില്ല, അതിന് വേറെ ആൾക്കാരെ പറയും, അതല്ല. അപ്പോ ഈ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും നന്നായിട്ട് ഉറങ്ങാനും ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് ആരോഗ്യം വേണം. ഈ സമ്പത്ത് അല്ലെങ്കിൽ കാറ് വീട് ഇതൊക്കെ ചിലർ വിദ്യാഭ്യാസം അതൊന്നും അല്ല യഥാർത്ഥ കാരണം. യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യന് ആവശ്യം ആരോഗ്യമാണ്. ആ ആരോഗ്യം വേണം എന്ത് ചെയ്യണം? നമ്മൾ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം വേണം. നിങ്ങൾ എന്ത് വേണം ഭക്ഷണം കഴിച്ചു? ചിലരോ എനിക്ക് നോൺ വെജ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ജ്ഞാനം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. ഇല്ല, നിങ്ങൾ കഴിച്ചോ. നിങ്ങൾ ചിക്കനാണോ മട്ടനാണോ എന്ത് വേണം കഴിച്ചോ, നോൺ വെജോ വെജോ കഴിച്ചോ. കഴിച്ചിട്ട് നിങ്ങൾ നിത്യം നാമം ജപിക്കൂ. നാമം ജപിച്ച് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഈ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ജപിച്ച് തനിയെ കഴിയും. അനുഭവം കൊണ്ട് പറയുക. അപ്പൊ നമ്മൾ എന്ത് വേണം നമുക്ക് അത് വേണ്ട. അതിൽ നമ്മൾ മനഃപൂർവ്വമാണ് ഒരു വസ്തുവിനെ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ നമ്മളൊരു വിരക്തിയായിട്ട് നമ്മൾ നമുക്ക് നാമം ചെയ്യും, ഇത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ അത് ഒഴിവാക്കുന്നു. വേറെ രീതിയിൽ നമുക്ക് തരം കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് കഴിക്കാൻ ശ്രമിക്കും. അതല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ഭഗവാൻ ഈ ഒരു പ്രപഞ്ചം സൃഷ്ടിപ്പിക്കുന്ന ഭഗവാനാണ്. ഭഗവാൻ എന്ത് കഴിക്കാവൂന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കൂ, കഴിച്ച് നമുക്ക് നാമം ജപിക്കൂ. നിത്യമുള്ള നാമജപം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തനിയെ തന്നെ ഇതിനോട് വിരക്തി വരും. ആ വിരക്തി വരുമ്പോൾ നമുക്ക് അത് കാണുന്നത് ഇഷ്ടമല്ലാതെ എങ്ങനെ നമ്മൾ ആരും കൊണ്ട് തന്നാലും നമുക്ക് കഴിക്കില്ല, കഴിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിത്യവും നാമജപം നടത്തിയാൽ ഇതിനെല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഗീതയ്ക്ക് ഭാഷ എഴുതിയ മധുസൂദന സരസ്വതി സ്വാമിക്ക് പിന്നെ വിഷ്ണു ഭഗവാന്റെ ദർശനം കൊടുത്ത് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം നിത്യനാമം ജപിച്ചതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിദ്യാരണ്യ സ്വാമി പഞ്ചദശി വേദാന്തദശിയാണ്. അദ്ദേഹം നിത്യമുള്ള ഗായത്രി ജപം കൊണ്ടാണ് അദ്ദേഹത്തിന് ദേവിയുടെ ദർശനം കിട്ടിയത്. അപ്പൊ നാമജപത്തിന് പ്രാധാന്യമുണ്ട്. ഈ നാമജപം നമ്മൾ എടുക്കുന്നത് എന്താണ്? ഈ എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയ കൃഷ്ണനെ വിശ്വസിക്കുന്നവർ പറയില്ലേ കൃഷ്ണനാണോ ഇത് കൃഷ്ണനാണെന്ന്? അല്ല, ദേവിയുടെ ശബ്ദത്തിൽ
ദേവിയാണ് ഇത്. മഹാവിഷ്ണുവിന്റെ അടുത്ത് മഹാവിഷ്ണുവാണ്, മഹാദേവന്റെ അടുത്ത് അങ്ങനെ ഇല്ല. ഇതെല്ലാം ഒരു ശക്തിയും ഒന്നെന്നുള്ള ഒരു ബോധമാണ് നമ്മുടെ നാമജപത്തിലുള്ള ഒരു സമഭാവന. അതുമാണ് ആദ്യം വരുത്തേണ്ടത്. അപ്പൊ നമ്മൾ അടിയില്ല. ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെയാണ് കൃഷ്ണനെ വിശ്വസിക്കുന്നവരെ അല്ല, വിഷ്ണു അല്ല, വിഷ്ണു വേറെയാണ്, അല്ലെങ്കിൽ മഹാദേവൻ വേറെയാണ് എന്നുള്ള ചിന്ത വരും. അതല്ല വേറെ. പിന്നെ ശൈശവത്തിലെ നമ്മുടെ നാമജപം തുടങ്ങിക്കഴിഞ്ഞാല് അന്ത്യകാലത്ത് നമുക്കൊരു നാരായണ എന്ന് വിളിക്കാനുള്ള ഒരു ശേഷി കിട്ടുള്ളൂ. ഉദാഹരണം നമ്മൾ നാരായണത്തെ പഠിച്ചില്ല. അദ്ദേഹം എന്താണ് അദ്ദേഹം നല്ലൊരു ബ്രാഹ്മണനായിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ മാറ്റം വന്നത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്തു? ലാസ്റ്റില് മകനെ വിളിക്കുന്നു എന്നുള്ള നാരായണ എന്ന് വിളിച്ചപ്പോൾ ആരാണ് വിളി കേട്ടത്? വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവാണ്. അത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ശൈശവത്തിലെ നാരായണ നാമം ജപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യകാലത്ത് ആ വിളിക്കാൻ തോന്നി, ഭഗവാൻ വിളി കേട്ടു. അതാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഉദ്ദേശിച്ചാണോ ഇനി വൈകുണ്ഠത്തിലായിട്ടാണോ ഇതില് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞതൊന്നും മിണ്ടിയില്ല, ചിരിച്ചതേ ഉള്ളൂ. കാരണം എനിക്കപ്പോ പറയണമെന്നുണ്ടായിരുന്നു. ശൈശവത്തിലെ എന്റെ കുട്ടിക്കാലത്തെ എന്റെ അച്ഛനമ്മമാര് എന്നെ നാമജപം തുടങ്ങിയിട്ടാണ്. എന്റെ അടുത്ത് ഭയങ്കര ദേവി ഭക്തനാണ്. ദുർഗാദേവി എന്നൊരു അച്ഛൻ ട്രാൻസ്പോർട്ടിലാണ് ജോലി. അച്ഛന് മലപ്പുറത്തൊക്കെയായിരുന്നു. പക്ഷേ ഈ കാടാമ്പുഴ ദേവിയുടെ ആ ക്ഷേത്രത്തിൽ തന്നെ എനിക്ക് എപ്പോഴും. ഇതിനിടയ്ക്ക് ഞാൻ പോയപ്പോൾ ഒരു സെൽഫി ചെയ്തിട്ടുണ്ട്. അച്ഛനൊരു മോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പോകാറില്ല, വീട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പം നിത്യവും നാമജപം നമ്മൾ അറിവായ കാലത്തോടെ ഞങ്ങൾ ചെയ്യണം. അപ്പൊ ആ രുചി അന്ന് അച്ഛനും അമ്മയാണ് എന്നെ രുചിപ്പിച്ചത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? എല്ലാവരും പഠിത്ത കാലമാകുമ്പോൾ ഇതിനോട് കുറച്ച് ഡിമ്മാവും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു? എന്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ നെയ്യാറ്റിൻകരയാണ് ട്യൂഷൻ സെന്റർ. അപ്പൊ നെയ്യാറ്റിൻകര കൃഷ്ണനെ എന്നും പോയി തൊഴുതിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. എന്ന് പ്രാർത്ഥിക്കുന്നൊന്നും അറിയില്ല, പക്ഷെ കൃഷ്ണനെ കണ്ടിട്ടാണ് പോവാറുള്ളത്. അത് കഴിഞ്ഞ് ഉടനെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഭർത്താവ് ഇതൊക്കെ രുചിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് PRSൽ വെറുതെ ഒരു ചെക്കപ്പിന് പോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഹസ്ബൻഡ് കുറച്ച് നാളെ ജീവിക്കുള്ളൂ, അദ്ദേഹത്തിന് വലിയ മാരക അസുഖമാണ്, അതുകൊണ്ട് പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ ഒരു ആളിന്റെ അടുത്ത് പറയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആകെ തകർന്നു. പക്ഷെ അതിന് മുമ്പേ ഞാൻ ഈശ്വരനെയാണ് വിളിച്ചത്. വ്രതങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസം വന്നപ്പോഴേ വ്രതത്തോടെയാണ് വന്നിരുന്നതാണ് ഞാൻ. കാരണം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ വ്രതം എടുക്കാൻ നല്ലതാണ് കേട്ടോ, അച്ഛൻ അസുഖമൊന്നും വരില്ല, അച്ഛനാണ് ഏറ്റവും. കാരണം ഞങ്ങൾ 3 പെണ്ണുങ്ങളാണ്. അപ്പൊ അച്ഛൻ കൂടെ വേണ്ട. അപ്പൊ അച്ഛനൊന്നും വരില്ലേ, അച്ഛന് അസുഖം വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞൊരു ദിവസമുണ്ട്. അപ്പൊ അങ്ങനെ അപ്പം അച്ഛൻ പറയാണ്, നീ ഞായറാഴ്ച വ്രതം എടുത്തത്, ഞായറാഴ്ച വ്രതം എടുത്ത് എല്ലാം നല്ലതാണ്. അച്ഛൻ്റെ അമ്മയല്ലേ. അപ്പൊ അച്ഛനും ഇങ്ങനെ പറയണ്ട, നല്ല വരും, നല്ല കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ എനിക്കിതൊന്നും പറഞ്ഞില്ല. നമ്മള് ഒരു അർത്ഥം അറിഞ്ഞിട്ടുമല്ല ഞങ്ങൾ ജപിക്കുന്നത്. നമ്മള് രാമായണത്തിലെ നമ്മുടെ സൂര്യൻ ഭഗവാൻ പൂജിക്കുന്നില്ലേ, നാരായണ സൂര്യനെ പൂജിക്കുന്ന ആ സ്തോത്രങ്ങളെ ആദ്യത്തെ സ്തോത്രങ്ങളെ ചൊല്ലിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ അച്ഛനൊക്കെ ചെയ്ത് എല്ലാവരും ടീച്ചറിന് അറിയായിരിക്കും ഞായറാഴ്ച അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് കല്യാണം. അച്ഛൻ പറഞ്ഞ 3 പെൺമക്കളാണ്, ഞാൻ ഇത് മരിച്ചു പോയാ നിങ്ങളെ കല്യാണം കഴിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ എന്താ അച്ഛൻ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ കല്യാണം കഴിപ്പിച്ചു. അപ്പൊ ആണ്ടാണ് ഈ വ്രതം ഞായറാഴ്ച. അപ്പൊ എനിക്ക് പേടി, പെട്ടെന്ന് വ്രതം മുടങ്ങിപ്പോയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ. അപ്പൊ കല്യാണം കഴിഞ്ഞ അന്ന് ഞായറാഴ്ച വ്രതമാണ്. അങ്ങനെ എടുത്ത് വന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ എനിക്ക് ഭഗവാനെ, ഞാൻ ഇത്രയും വ്രതം എടുത്ത് ഇത്രയും ഭഗവാനെ വെച്ച് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും വിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും വേറെ സ്ഥലങ്ങളായിരിക്കും പോകുന്നു. ഞങ്ങൾ ആ 2 ദിവസം അപ്പോഴും വിരുന്ന് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോയ ആദ്യത്തെ സ്ഥലം ഗുരുവായൂരാണ്. ഞങ്ങൾ 2 പേരും കൂടെ. അത് ഞങ്ങൾ കാറിലായിരുന്നു, ട്രെയിനിലാണ് പോയത്. ഭഗവാനെയാണ് പോയത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇപ്പൊ പെട്ടെന്നുണ്ടായി പൊട്ടി മുളച്ചതല്ല ഈ രുചി. അപ്പൊ അന്നേ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ PRSലെ ഡോക്ടർ പറയുന്നത് ഹസ്ബൻഡിന് ഇങ്ങനെയാണ് അസുഖമാണ്, ഇത് അധികം നാളെ ചികിത്സിക്കില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഇത്രയും ഭഗവാനെ വിളിച്ചേ, എന്നിട്ട് എനിക്കൊരു പ്രശ്നമൊന്നും പെട്ടെന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല. അത്രത്തോളം ഉൾക്കൊള്ളാനുള്ള ഒരു വയസ്സല്ലായിരുന്നു എനിക്ക്, അതൊന്നും അറിയില്ല. കുറച്ച് എന്നിട്ടും എന്റെ ഹസ്ബൻഡ് ഞാനിവിടെ ഈ പറയാൻ തുടങ്ങിയപ്പോ ഞാൻ ചിന്താദേശായ എന്ന് പറഞ്ഞ് ഒരു മന്ത്രം പറഞ്ഞിരുന്നു. ഈ മന്ത്രം നമ്മുടെ പള്ളിക്കാട് ആധ്യാത്മിക ചിന്താലയം ആശ്രമം അറിയായിരിക്കും എല്ലാവർക്കും. അവിടെ ഒരു പിന്നെ സ്കൂളുണ്ട്.
ആധ്യാത്മിക ചിന്താലയ സ്കൂളാണ്. ആ സ്കൂളിന്റെ അവിടെ പള്ളിക്കാലത്ത് ഒരു ആശ്രമമുണ്ട്. ആശ്രമത്തിലെ സ്വാമി ചിന്താലയനാണ്. അദ്ദേഹം ആലയിലൊക്കെ വരുന്ന അവധൂത സ്വാമിയാണ്. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ഹസ്ബൻഡ് അവിടെ പോകാറുണ്ട്. അപ്പൊ അവിടെ അധികം ആൾക്കാരൊന്നും എടുക്കാറില്ല. സ്വാമിയുടെ ഒരു മുണ്ടും ഒരു തോർത്ത് ഇങ്ങനെ ഇടും, അത്രയൊക്കെ ഉള്ളു. പുറത്തുനിന്ന് ആൾക്കാരായി കയറ്റാറില്ല. പക്ഷെ പോത്തമ്പോഴും നേരിലേക്ക് ആശ്രമമുണ്ട്. അപ്പൊ അവിടെ പോകാറുണ്ട്. അവിടെ പോയപ്പോ സ്വാമി പറയാനാണ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം നിങ്ങൾ വീട്ടിൽ നിത്യവും ചൊല്ലുകൊടുക്കും. അപ്പൊ നിത്യം ചൊല്ല് എല്ലാ ജോലിക്കിടയിലും ചെയ്യാൻ പറയണം വീട്ടുകളിൽ. അപ്പൊ ഞങ്ങൾ എങ്ങനെ നിത്യവും ജപിക്കാൻ ഞങ്ങൾക്കറിയില്ലെങ്കിൽ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഒരു അർത്ഥമാണ് അത് നമുക്ക് പകലൊന്നും പറയാറൊന്നുമില്ല. നാമജപം വൈകുന്നേരം നോക്കുമ്പോൾ കുറച്ച് നാമം ജപിക്കും നമ്മള് എല്ലാവരും കൂടെ എങ്ങനെ ജപിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പെട്ടെന്ന് പിന്നെ ഞങ്ങളൊരു ആയുർവേദത്തിൽ അതിനൊക്കെ ഞാൻ വിശദമായിട്ട് എനിക്ക് ഒരിക്കൽ നിങ്ങൾക്കൊരു ഒരു ബോധവൽക്കരണ ക്ലാസ്സായിട്ടോ എന്റെ അനുഭവത്തിന്റെ അനുസരിച്ചോ ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ ഭഗവാന്റെ കാര്യം പറയാൻ അപ്പൊ അത് അറിയണ്ട. അപ്പം ഈ സ്വാമി ഒരു ഗുരു പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഈ മന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കണം 8-9 വർഷം കൊണ്ട് ഞങ്ങൾ തീരാ ദുഃഖത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. അപ്പൊ ആ ദുഃഖം കഴിഞ്ഞിട്ടൊരു സന്തോഷത്തോടെ ഒരു ജീവിതം എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നാമജപത്തിന്റെ പ്രാധാന്യമുണ്ട്. ആന്റി എന്നോട് പറഞ്ഞ് ഒരു സത്സംഗം നടത്തണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്തിനാലും ഈ മന്ത്രം പറയുകയുള്ളൂ എന്നാണ്. പറഞ്ഞിട്ടേ ഞാൻ വേറെ പറയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ മന്ത്രത്തിന്റെ പ്രസക്തി കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭഗവാനുമായി എടുക്കാനുള്ള നവവിധ ഭക്തിയുണ്ട്. 9 തരം ഭക്തിയാണ്. എല്ലാവർക്കും അറിയാം. ശ്രവണം, കീർത്തനം, സ്മരണം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, പിന്നെ ദാർശനം, വന്ദനമൊക്കെ. ഈ ശ്രവണത്തിൽ കൂടിയാണ് രുക്മിണി ദേവി ഭഗവാനെ അല്ലേ പ്രസിദ്ധം. അപ്പോ അത് അടുത്ത് കഴിയുന്നത് കീർത്തനം. നാരദൻ ഭഗവാനെ കീർത്തനം ചെയ്തിട്ടാണ്. രത്നാകരൻ ഒരു മഹർഷിയാണ്. പറഞ്ഞേക്കില്ലേ പൂജന്തം രാമരാമേരി മധുരം മധുരാക്ഷരം ആരോഗ്യ കൈലാശാകാം വന്ദേ വാൽമീകി കോവിലെന്ന് പറയുന്നത് എങ്ങനെയാണ്? കവിതയാകുന്ന മരക്കൊമ്പിൽ നിന്ന് വാൽമീകി മഹർഷി എന്ന ഉയിൽ പാടിയ പാട്ടാണ് രാമായണം. ദശരഥപുത്രനായ രാമൻ ഉണ്ടാകും മുമ്പേ തന്നെ ഈ രാമൻ എന്ന ശബ്ദം വേദങ്ങളിലും ഈ പ്രപഞ്ചത്തിലുണ്ട്. വസിഷ്ഠൻ ഒരു നാമം കൊടുത്തേ ഉള്ളൂ ഭഗവാൻ. അപ്പോ ഈ രാമനാമം പ്രണവമന്ത്രമാണെന്ന് പാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൗഹണൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ലൗഹണൻ മഹാദേവന് വലിയ ഭക്തനായിരുന്നു. മഹേശ്വര സൂത്രം എന്ന ഗ്രന്ഥം രചിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയാണ് ലാഹോറിൽ. ഇപ്പം നമ്മുടെ സ്ഥലത്തല്ല ലാഹോർ. ശൈവവും വൈഷ്ണവുമായ മന്ത്രങ്ങൾ ഒരേ സമയം നമ്മൾ ചൊല്ലുന്ന ഒരു ഫലം നമുക്ക് ഈ മന്ത്രത്തിന് കിട്ടും. അപ്പോ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരവും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ഒരേപോലെ ജപിക്കുമ്പോൾ ഉള്ള ഒരു ഫലം നമുക്ക് ഹരേരാമ മന്ത്രത്തിന് കിട്ടും. ഓം നമോ നാരായണായ എന്ന രാം മാറ്റുമ്പോൾ എന്തെയും അയനായ എന്താണ് മോക്ഷത്തിനായി ഭരിക്കുന്നില്ല. നമശിവായ മാറ്റി അവരുടെ ശിവായ എന്താണ് ശ്രദ്ധകളൊന്നും ലഭിക്കുന്നില്ല. നന്നായിട്ട് മനസ്സിലമക്കളമായിട്ടൊന്നും ഭരിക്കുന്നില്ല. അപ്പോ എന്താണ് ഈ രാമ എന്നുള്ള വാക്ക്? സത്ഫലം ലഭിക്കുന്നതും മോക്ഷം ലഭിക്കുന്നതുമായ രാമ എന്ന വാക്കുകൾ ചേർത്താണ് രാമമന്ത്രം. അപ്പോൾ തന്നെ നമുക്ക് രാമമന്ത്രത്തിന്റെ പ്രസക്തി അറിയാം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഹരേ രാമമന്ത്രം പറഞ്ഞാൽ മതി, മഹാദേവനെയും കിട്ടും നാരായണനെയും കിട്ടും. കർമ്മദോഷങ്ങളെയും ജന്മാന്തര പാപങ്ങളെയും നശിപ്പിക്കുന്നു. മാ പരമാനന്ദ ശബ്ദമാണ്. രാ എന്താണ്? സൂര്യൻ. ആ അഗ്നി. മാ ചന്ദ്രശബ്ദം. അപ്പൊ മഹാദേവന് ജടയിലിരിക്കുന്ന ചന്ദ്രകലയുണ്ട്. അദ്ദേഹം അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദത്തെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ആ ചന്ദ്രകലയിൽ നിന്ന് ഗംഗയിൽ എന്ന വെള്ളം ഒഴുകി അദ്ദേഹത്തിന്റെ ജട സദാ നന്ദിയിരിക്കുകയാണ് മഹാദേവന്റെ ജട. അതുകൊണ്ടാണ് മഹാദേവന്റെ ജടയെ കബർദം എന്ന് പറയുന്നത്. തപസ്സുകൊണ്ട് മഹാദേവൻ രാവിളാക്കിയപ്പോൾ എന്നാണ് ഗൂഢ ഉദ്ദേശത്തോടെയാണ് പറയുന്നത്. മഹാദേവൻ എപ്പോഴും രാമനാമം പറയുന്നു എന്ന് പറഞ്ഞു കേട്ടില്ലേ? രാമനാമം ഉപാസിക്കുന്നു. അതിന്റെ ഗൂഢാർത്ഥം ഇതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. പിന്നെ നമ്മൾ ഈ രാമമന്ത്രത്തിലെ പല കാര്യങ്ങളുണ്ട്. ബ്രഹ്മാനന്ദ ശബ്ദത്തെ കുറിക്കുന്നു. അങ്ങനെ ഒരുപാട് തത്വതരങ്ങളുണ്ട് രാമം. ഞാൻ ചെറിയ രീതിയിൽ വിവരണമാണ് പറയുന്നത്. നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഭാര്യയായ ശാരദാദേവി ഒരു ദിവസം
ദിവസം 15,000-ഓളം രാമനാമം പറയും. എങ്ങനെയാണെന്നറിയോ? അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. കാരണം അടുക്കള പണി ചെയ്യുന്നതും ശിഷ്യന്മാർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിനിടയ്ക്കാണ് ദേവി ഈ നാമം പറയുന്നത്. കാരണം അങ്ങനെ രാമനാമം പറഞ്ഞ് എല്ലാ ദോഷങ്ങളും എന്റെ ശിഷ്യന്മാർക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നീങ്ങട്ടെ എന്ന് ചിന്തിച്ചാണ് അമ്മ പറയുന്നത്. നമ്മള് ത്യാഗരാജ സ്വാമികൾ 96,000 കോടി നാമമാണ് ജപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നമ്മളിപ്പോ കേട്ടിട്ടുള്ള പല കൃതികളും കീർത്തനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പണ്ട് ഭയങ്കര ദുഃഖമുണ്ട്, ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതിരുന്ന ഒരു കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ. ഇപ്പൊ ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ പറയാൻ രാമനാമം പറയുന്നു ഉച്ച സമയത്തോ എന്ന് ചോദിക്കും. അല്ല, ഈ ത്യാഗരാജ സ്വാമി വാഴുന്ന കീർത്തനമെല്ലാം പാടി ഉച്ച സമയത്ത് വെളിയിലും മലർന്ന് കിടന്നിട്ടാണ് രാമനാമം പറയുന്നത്. അദ്ദേഹം 96,000 കോടി നാമജപം ജപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിലെല്ലാം ആ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാമനാമത്തിന്റെ മഹത്വത്തില് രാമൻ ശ്രീരാമസ്വാമിയും ഹനുമാസ്വാമിയും കൂടെ യുദ്ധം ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? രാമനാമം പറയുന്ന ഹനുമാസ്വാമിയാണ് ജയിക്കുന്നത്. അപ്പൊ എന്താണ് രാമനാമത്തിന് അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കുറയ്ക്കാം. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞ് നിർത്താൻ പറ്റില്ല. നമുക്ക് ഹനുമാസ്വാമിയും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പറ്റുള്ളൂ. എത്ര കീർത്തനം തത്ര തത്ര കൃതമസ്തനാഞ്ജലി പാട്ടവാരിമൈ പൂർണ്ണലോചനം മാരുതി നമദരാന്തസാന്തരം. എവിടെയൊക്കെ രാമനാമം പാടുന്നു അവിടെയെല്ലാം ഹനുമാസ്വാമി എന്ത് ചെയ്യും? കൈകൾ തലയ്ക്ക് മുകളിൽ കൂപ്പിക്കൊണ്ട് നിറ കണ്ണുകളോടെ സമീപത്തിരിക്കും. ഇപ്പോൾ ഇവിടെയും കാണുമായിരിക്കും രാമനാമം പറയുന്നത്. അവിടെ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം ഹനുമാസ്വാമി ആരാണ്? മഹാദേവന്റെ ഒരു അംശമാണ്. അദ്ദേഹത്തിന് ഈ ശക്തിക്ക് സോഴ്സ് കിട്ടുന്നത് എവിടുന്നാണ്? രാമനാമത്തിലാണ്. അദ്ദേഹം എപ്പോഴും നിറകണ്ണുകളോടെ എവിടെയായാലും രാമനാമം പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാമനാമം ഈ പ്രപഞ്ചത്തിൽ എന്ന് നിലനിൽക്കുന്നുണ്ടോ അന്നെല്ലാം അവിടെയെല്ലാം എപ്പോഴും ഇനി നമ്മളെ യുഗങ്ങളുടെ അടുത്ത യുഗം വന്നാലും രാമനാമം എവിടെയുണ്ടോ അവിടെ എല്ലാം ഭഗവാനുണ്ട്. അദ്ദേഹം എപ്പോഴും നിലനിൽക്കുന്ന ആളാണെന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് 15-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ചൈതന്യ മഹാപ്രഭു ഈ ഹരേ രാമ മന്ത്രത്തിനെ തിരിച്ച് ഇട്ട് പാടും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ തിരിച്ചു പറയും. നമുക്ക് എങ്ങനെയായിരുന്നാലും നമുക്ക് ഭഗവാന്റെ മന്ത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഹരേ രാമ ഹരേ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രാധയെ പറഞ്ഞ ഭഗവാൻ എപ്പോഴും രമിപ്പിക്കുന്നതാണ് രാധയെ. അതുകൊണ്ടാണ് രാമ എന്നൊരു ശബ്ദം വരുന്നു. അത് രാധയെന്നാണ് പറയുന്നത്. അപ്പം ഹരാന്ന് വിളിക്കുന്നു. രാധയെ രമിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് രാമൻ എന്നുള്ള അർത്ഥമൊക്കെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഹരേ രാമ മന്ത്രം പറയാം. എല്ലാവരും നിത്യം ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മനസ്സുകൊണ്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ അത് മതി. നമ്മൾ കൂടുതലും ജപിക്കില്ല. 3.5 കോടി നാമനാമം പറഞ്ഞാൽ ബ്രഹ്മഹത്യ പാപത്തെ നശിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ജപിപ്പോലെ നിത്യവും ജപിക്കാൻ വേണ്ടി എപ്പോഴും വേണം ജപിക്കാം. വീട്ടിൽ ജോലി ചെയ്താലും എപ്പോഴും വേണം നമുക്ക് ജപിക്കാനുള്ളതാണ് ഹരേ രാമ മന്ത്രം. ഇത്രയും അല്ല, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നാലും എന്റെ അറിവിലും പിന്നെ ഇവിടെ സമയക്കുറവുകൊണ്ട് ഞാനത് കുറച്ച് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഗുരുവായൂർ പോകാം. ഒരു